ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ആരാണോ എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ചു തിരിഞ്ഞു കളയുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതിയത്? കാരണം ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് ദുആ എന്ന് വിശേഷിപ്പിച്ച കാര്യമേതോ ആ കാര്യത്തെയാണ് ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് എന്ത് വിശേഷിപ്പിക്കുന്നത്? ഇബാദത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, എന്നോട് ദുആ ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയുകയാണെന്ത്? അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ നിന്ന്, അതിൽ നിന്ന് ആരാണോ അഹങ്കരിച്ച് മാറിക്കളയുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ദുആ ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുആ അതാണ് ഇബാദത്ത്, പ്രാർത്ഥനയാണ് ആരാധന. കാരണം ദുആ എന്ന് പറയുന്നത് രണ്ട് ഇനമുണ്ട്. ദുആ എന്നത് രണ്ട് ഇനമുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഒന്ന് ദുആഉ മസ്അല, രണ്ടാമത്തേത് ദുആഉ ഇബാദ. ദുആഉ മസ്അല, ദുആഉ ഇബാദ. എന്താണ് ദുആഉ മസ്അല എന്നാൽ? ദുആഉ മസ്അല എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി. ദുആ എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം? അതാണ് ദുആഉ മസ്അല. അള്ളാഹുവിനോട് ചോദിക്കുക. മസ്അല എന്നാൽ ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക, അവനോട് തേടുക, അവനോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഇനം എന്താണ്? ദുആഇന്റെ ദുആഉ ഇബാദ. അതിന്റെ അർത്ഥം അത് ഏത് ആരാധനാ കർമ്മത്തിലും ആ ദുആ അടങ്ങിയിട്ടുണ്ട്. ഏത് ആരാധനാ കർമ്മത്തിലും, നോമ്പിലാകട്ടെ, സകാത്തിലാകട്ടെ, സദഖയിലാകട്ടെ, ഹജ്ജിലാകട്ടെ, അതിലെല്ലാം ഒരു ദുആ ഉണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഒരാൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ നിസ്കരിച്ചു, ഒരു ശ്രദ്ധയുമില്ലാതെയാണ് ഒരാൾ അത് നിസ്കരിച്ചത് എങ്കിൽ പോലും അത് ഇബാദത്താണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഇബാദത്താണത്. അതുകൊണ്ട് ഒരു ശ്രദ്ധയുമില്ലാതെയാണ് ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊണ്ട് നിസ്കരിച്ചത് എങ്കിൽ കൂടി അത് ശിർക്കാണ്. എന്തുകൊണ്ടാണോ നോക്കൂ നിങ്ങൾ. കാരണം നിസ്കരിക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ അതിന് കൈകെട്ടുന്നതിന് മുൻപ് എത്ര ശ്രദ്ധയില്ലാതെയാണ് നിസ്കാരമെങ്കിലും അവൻ അതിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്തിനാണ് വുദൂ ചെയ്ത്? എന്തിനാണ് മസ്ജിദിലേക്ക് വന്നത്? എന്തിനാണ് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നത്? എന്തിനാണ് ഔറത്തൊക്കെ മറഞ്ഞോ എന്ന് ശ്രദ്ധിച്ചത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അത് അള്ളാഹ്ക്ക് ചെയ്താൽ ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ശിർക്കാണ്. ഏത് ഇബാദത്തിലും ദുആ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കും, ഒരു മുസ്ലിമിനും ഒരു സംശയത്തിന് ഇട നൽകാത്ത രൂപത്തിൽ പറയുകയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ആണ് ഇബാദത്ത്, പ്രാർത്ഥനയാണ് ആരാധന. നിങ്ങൾ ആരെങ്കിലും നോമ്പിനെ കുറിച്ച് ഹദീസ് കേട്ടിട്ടുണ്ടോ? അസ്സൗമു ഹുവൽ ഇബാദ, അൽ ഹജ്ജു ഹുവൽ ഇബാദ, നോമ്പാണ് ഇബാദത്ത്, ഹജ്ജാണ് ഇബാദത്ത് എന്ന് ഇല്ലല്ലോ. ദുആഇനെ പ്രത്യേകമായി ഇങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം അള്ളാഹുവിന് നൽകിയാൽ അത് ഇബാദത്താണ് എന്ന് അറിഞ്ഞാൽ ഈ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒരു കാര്യം അള്ളാഹുവിന് നൽകിയാൽ ഇബാദത്താണോ എങ്കിൽ അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു നൽകിയാൽ ഇബാദത്താണോ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ ശിർക്കാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഇബാദത്താണെന്ന് നമുക്കറിയാം. അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ശിർക്കാണ്. നോമ്പ് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് നമുക്കറിയാം. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നോമ്പ് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ശിർക്കാണ്. ദുആ അള്ളാഹു നൽകിയാൽ ഇബാദത്ത്, അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ശിർക്കാണ്. അത് തന്നെ മതി. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആ ഇബാദത്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അവന്റെ കിതാബിലൂടെ പഠിപ്പിച്ച് നിർത്തിയില്ല. പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്ത്?
ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടു എന്ന് സങ്കല്പിച്ചാലും ഉത്തരം നൽകുകയില്ല, കേട്ടാലും ഉത്തരമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഷിർക്കെന്ന് വിശേഷിപ്പിച്ചത്. ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഖബീറായ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനെ പോലെ നിനക്ക് വിവരം തരാൻ മറ്റാരുമില്ല. എത്രയോ ആയത്തുകളിൽ ദുആ അള്ളാഹുവിനോട് മാത്രം, അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. നോമ്പിനെ പറ്റി നമുക്ക് ഖുർആൻ എടുത്താൽ ഇങ്ങനെ കാണുകയില്ല. നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നോമ്പെടുക്കരുത് എന്ന് കാണുകയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലാഞ്ഞിട്ടുകൂടി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അത് ചെയ്താൽ ഷിർക്ക്. എന്തുകൊണ്ടാണത്? കാരണം നോമ്പ് ഇബാദത്താണ്, അള്ളാഹു ചെയ്താൽ ഇബാദത്താണ്. എന്നാൽ ദുആഇന്റെ കാര്യത്തിൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച് നിർത്തിയില്ല. എന്തു പറഞ്ഞു? അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ആ ഇബാദത്ത്, ദുആ എന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവരുടെ സ്ഥിതി അതെത്ര പരിതാപകരമായ സ്ഥിതിയാണ്. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുന്നു, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, അള്ളാഹുവിന്റെ റസൂൽ എന്റെ കൈപിടിക്കണേ, എന്റെ ആവലാദികൾ ഞാൻ അങ്ങയോടാണ് പറയുന്നത് എന്ന് പറയുകയാണ്. വഅജിർനി, എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറയുകയാണ്. യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിക്കുകയാണ്. അഗിസ്ന, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയുകയാണ്. യാ ഗൗസ് എന്ന് വിളിക്കുകയാണ്. യാ സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ അടിസ്ഥാന സന്ദേശം മനസ്സിലാക്കാത്ത, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ആളുകളുടെ സ്ഥിതി എത്രമാത്രം പരിതാപകരമായ സ്ഥിതിയാണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓരോരുത്തരും എത്രയോ തവണ ആവർത്തിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെയും ദുആനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ ഇബാദത്താകുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടും, നോമ്പ്, അതുപോലെ ഹജ്ജ്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ചേർത്തു പറഞ്ഞത് ഏത് ഇബാദത്താണ്? ഇസ്തിആനത്ത്, സഹായത്തേട്ടം എന്ന ഇബാദത്താണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതാവർത്തിച്ച് ചൊല്ലുന്ന ആളുകൾ, അവരിൽ പലരും അള്ളാഹു അല്ലാത്തവരോട് തേടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിവരക്കേടിലാണ്, എന്തുമാത്രം വലിയ ജഹലിലാണ് ആളുകൾ അകപ്പെട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. യാ സുബ്ഹാനല്ലാഹ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിക്കുന്ന മുസ്ലിം അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മളിപ്പോൾ പഠിച്ച ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ആണ് ഇബാദത്ത്. ദുആ ആണ് ഇബാദത്ത്. അൽ ഹജ്ജു അറഫ എന്ന് കേട്ടിട്ടില്ലേ? അറഫയാണ് ഹജ്ജ്. അറഫയിൽ നിൽക്കലില്ലാതെ ഹജ്ജില്ല. ദുആ ഇല്ലാതെ ഇബാദത്തില്ല. ദുആ ഇല്ലാതെ ഇബാദത്തില്ല. അത്രയും പ്രധാനപ്പെട്ട ഇബാദത്താണത്.